ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സർവേകൾ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയവുമാണ് UDFനെ കാത്തിരിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യം ഇല്ലാതായെന്നും കെ മുരളീധരൻ MLA. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. സർവേകൾ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് UDFനെ തേടി വരുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പ്രസ് ക്ലബിൽ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവേകൾ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് UDFനെ കാത്തിരിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സർവേകളുടെ ഒരു കാലം കൂടിയാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളുടെ ഒരു കർസേവിയായിട്ടാണ് ഈ സർവേകൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുക. സർവേ പലപ്പോഴും നിലവിലുള്ള യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നത്. ആരാണോ ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫലം വാർത്തയായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമായിട്ടാണ് ഇപ്പോൾ അത് ചുരുങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പൊതുവിൽ നടന്നത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യം ഇത്തരമൊരു സർവേ UDFന് 77 മുതൽ 82 സീറ്റ് വരെ ഒരു ഘട്ടത്തിൽ പ്രവചിച്ചു. പിന്നെ 82 മുതൽ 96 വരെ രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രവചിച്ചു. 92 വരെ പ്രവചിച്ചു. മറ്റൊരു സർവേക്കാർ 82 സീറ്റ് ഉറപ്പാണെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ 96 വരെ പ്രവചിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഇതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട സർവേയുടെ സ്ഥിതി. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം നമ്മുടെ സംസ്ഥാനത്ത് UDF വലിയ തോതിൽ പ്രയാസപ്പെടുന്ന കാഴ്ച എല്ലാവരും കാണുകയാണ്. കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും LDFനെ അനുകൂലിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിക്കില്ല. RSP കാണിച്ചത് കൊടും വഞ്ചനയാണ്. ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. VS അച്യുതാനന്ദനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള ശ്രമത്തെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വർദൂർ, സെക്രട്ടറി AV ഷെറിൻ, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യം ഇല്ലാതായെന്നും കെ മുരളീധരൻ MLA. പെരുമണ്ണയിൽ UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MK രാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പെരുമണ്ണയിൽ UDF പൊതുയോഗം നടന്നത്. കെ മുരളീധരൻ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യം ഇല്ലാതായെന്നും കെ മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ 20 സീറ്റിൽ എത്ര കിട്ടുക? സർവേ തന്നെ പറയുന്നത് പരമാവധി 3 എന്നാണ്. അതും കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ഈ അംഗീകരിച്ചു കൊടുക്കാം 3 തന്നെ. ബംഗാളിൽ മാർക്സിസ്റ്റുകാരൻ പറയുന്നത് പരമാവധി 9. നമ്മളല്ല പറഞ്ഞത്, അവര് തന്നെയാ പറയുന്നത്. രക്ഷ പോരാ, അവിടെ ഇവ ബൂത്തിലിരിക്കാൻ ആളെ കിട്ടുന്നില്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടികൾ ചില നേതാക്കന്മാരും ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ ക്ഷയിച്ചു വരിക. 35 കൊല്ലം അധികാരത്തിലുള്ള ബംഗാളിൽ 3 കൊല്ലം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നപ്പോ പല ബൂത്തുകളിൽ ഇരുത്താൻ ആളെ കിട്ടുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക്. അത്ര ഗതിയോടൊന്നും ഏതായാലും കോൺഗ്രസിന് വന്നിട്ടില്ല.
കോൺഗ്രസിന്റെ സംഘടനാ ബലം അല്പം കുറവുള്ള തമിഴ്നാട്ടിൽ പോലും ബൂത്തിൽ ഇരുത്താനുള്ള ആളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക്. അതിലുമേലെ കോൺഗ്രസ് എവിടെയും മോശമല്ലല്ലോ. അവിടെ പോലും ബൂത്തിലിരിക്കാൻ ആളുണ്ട്. ഉത്തർപ്രദേശിൽ പോലും ഞങ്ങൾക്ക് ബൂത്തിലിരുത്താൻ ആളുണ്ട്. 35 കൊല്ലം അധികാരത്തിലുള്ള സംസ്ഥാനത്ത് 3 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോ മഹാഭൂരിപക്ഷം ബൂത്തിലും ആളെ ഇരുത്താനില്ലാത്ത ഗതികേട് വന്നൊരു പാർട്ടിയാണ് പറയുന്നത് ഞങ്ങളെ പിന്തുണച്ചാൽ മതി. കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഉണ്ടാക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. നരേന്ദ്രമോദിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാനുള്ള വിവരം പോലുമില്ല. തെറ്റായ രാഷ്ട്രീയ സമീപനം LDFന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, KPCC നിർവാഹക സമിതി അംഗം P മൊയ്തീൻ മാസ്റ്റർ, AP പീതാംബരൻ, ദിനേശ് പെരുമണ്ണ, K അഹമ്മദ്, K മൂസ മൗലവി, ചോലക്കൽ രാജേന്ദ്രൻ, PC അബ്ദുൽ കരീം, ദിനേശ് മണി തുടങ്ങിയവർ സംബന്ധിച്ചു. മീൻചന്ത മിനി ബൈപ്പാസിൽ കണ്ണന്തറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ കോമ്പൌണ്ടിൽ 3 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്താനുള്ള നീക്കം സമീപവാസികളെ ദുരിതത്തിലാക്കുന്നു. മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. മീൻചന്ത മിനി ബൈപ്പാസിന് സമീപം കണ്ണന്തറയിൽ നിർമ്മിക്കുന്ന സ്വകാര്യ ഫ്ളാറ്റിന്റെ കോമ്പൌണ്ടിൽ വളരെ ഉയരത്തിൽ മണ്ണിട്ട് നിറയ്ക്കുന്നതാണ് സമീപവാസികളെ ദുരിതത്തിലാക്കുന്നത്. 3 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് നിറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സമീപവാസികൾ പറയുന്നു. നേരത്തെ 50 സെന്റിമീറ്ററിലധികം ഉയരത്തിൽ മണ്ണിടില്ലെന്ന് ഫ്ളാറ്റ് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ ഇത് ലംഘിക്കപ്പെടുകയാണെന്നും സമീപവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്, ജീവിത പ്രശ്നം. അതായത് ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ആളുകളിലേക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആരും ധരിച്ചിട്ടില്ല. ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലെത്തിയപ്പോൾ ഇവിടെ ഇത് വളരെ അടുത്ത് വീടിൻ്റെ അടുത്ത് വന്നിട്ട് വീടിന് നാശനഷ്ടങ്ങളുണ്ടായി എന്ന് മാത്രമല്ല മതിൽ ഇഷ്ടംപോലെ ഉയർത്തുക, അതൊക്കെ ആളുകൾക്ക് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. അവർ സംഘടിതമായിട്ട് ഇതിനെതിരായിട്ട് നീങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ് നാട്ടുകാർ. മണ്ണ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഏകദേശം ഒന്നേ സാധാരണക്കാരായ ആളുകളാണ് ഇതിൻ്റെ ചുറ്റുഭാഗമുള്ളത്. അവരുടെ വീട് മുക്കാൽ ഭാഗത്തോളം ഉയർത്തിയുള്ള രീതിയിലാണ് ഈ മതിൽ കെട്ടി മണ്ണിട്ട് ഉയർത്താനുള്ള പ്ലാൻ. ഈ പ്ലാൻ ശരിക്ക് കോർപ്പറേഷനോ ഗവൺമെൻറ്റോ അംഗീകരിച്ചു തോന്നുന്നില്ല. കാരണം അത് ഈ അവർ അംഗീകരിച്ച പ്ലാൻ തെറ്റിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള 10-12 വീടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന വീട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. മണ്ണിട്ട് നികത്തുന്നത് മഴക്കാലമായാൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. മേഖലയിലെ 12ഓളം വീട്ടുകാരാണ് ദുരിതമനുഭവിക്കുന്നത്. പ്രദേശത്ത് കുടിവെള്ള പ്രശ്നവും രൂക്ഷമാണ്. പ്രശ്നത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും ആരംഭിച്ച കൂട്ടനടത്തം നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF യുവജന സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടനടത്തം നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയെപ്പറ്റി ഇവിടെ മാറി 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 വന്ന MP-മാരോടും തരം കിട്ടിയാൽ മന്ത്രിമാരോടും ഒക്കെ ഇതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയത് പ്രാവർത്തികമാക്കിയത് നമ്മളെ MK രാഘവൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അത് അനുഭവിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ കാര്യം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കോണി കയറി മറിയാൻ ബുദ്ധിമുട്ടാണ്. പണ്ട് ഈ അഹമ്മദുള്ള കാലത്ത് പറഞ്ഞപ്പോൾ ചെയ്യണം അതാക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോടും ഓരോ രാജഗോപാൽ സാറിനോടും രാജഗോപാൽ സാർ മിനിസ്റ്റർ ആകുന്ന കാലത്ത് അദ്ദേഹത്തോടൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ആവുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കോഴിക്കോട് നമ്മളെ MK രാഘവൻ അദ്ദേഹത്തിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റിയത് ഒരു നഗ്ന സത്യം തന്നെയാണ്. ഇനിയും ഒരുപാട് വികസനങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുക, വിജയിപ്പിക്കുക, ഇത്രമാത്രം. അതിന്റെ മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ യുവജനങ്ങളുടെ ഒരു മാർച്ച്, യൂത്ത് വാക്ക്, യുവാക്കളുടെ നടത്തം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ബാനർ പൊക്കി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. PV ഗംഗാധരൻ, MK രാഘവൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷനിലാണ് കൂട്ടനടത്തം സമാപിച്ചത്. AITUC
ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ KM കുട്ടിക്കൃഷ്ണൻ അനുസ്മരണ സമ്മേളനം നടത്തി. AITUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി J. ഉദയഭാനു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് KM കുട്ടിക്കൃഷ്ണൻ അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം AITUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി J. ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. TV ബാലൻ അധ്യക്ഷത വഹിച്ചു. KG പങ്കജാക്ഷൻ, EK വിജയൻ MLA, M. ദാസൻ, PV മാധവൻ, VT ഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പഴയ KMമായി മാറി നല്ല പ്രസരിക്കുന്ന പഴയ KMനെ അമ്മയ്ക്ക് കാണാൻ കഴിയും. അതിലേറെ സന്തോഷം തോന്നിയ ഒരാളാണ് സഖാവ് KM കോഴിക്കോടുകാരനായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ആ കാലങ്ങളിൽ എനിക്ക് അവസരമുണ്ടായി. ഹ്യൂമാനിറ്റീസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA, ബ്ലഡ് ഡൊണേറ്റേഴ്സ് ഫോറം തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓട്ടിസം ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പോലീസ് ക്ലബിൽ നടന്ന ഓട്ടിസം പുനരധിവാസം ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA കോഴിക്കോട്, വിഷ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ബ്ലഡ് ഡോണേഴ്സ് ഫോറം, ആശാകിരൺ സ്കൂൾ, റോഷി സ്പെഷ്യൽ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ P. അബ്ദുസമദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. P. സിക്കന്ദർ അധ്യക്ഷത വഹിച്ചു. KP ശിവദാസൻ, TK മുഹമ്മദ് യൂനസ്, ഡോക്ടർ അജിത് ഭാസ്കർ, മെഹറൂഫ് മണലൊടി, അശോകൻ, M. മൻസൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാധാരണ കുട്ടികളുടെ റൂട്ടീൻസിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോ ഒരു സാധനം ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം. ഇപ്പൊ ഒരു ചെയർ സപ്പോസ് എന്നും ഇടുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ ആളിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം ആളുടെ ചെയർ അവിടെ കാണാനില്ല, ചിലപ്പോൾ അതിലായിരിക്കും ചിലപ്പോൾ ആള് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സെൻസറി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നുണ്ട്, ആള് ഇതിലൂടെ ഒരു സെൻസേഷൻ ആള് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ചുണ്ടായിരിക്കും അടിച്ചിട്ടുണ്ടാവും, കാട്ടുന്നായിരിക്കും. ഇതിലൂടെ അവർ സെൻസേഷൻ സീക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ തലയിൽ ഇടിക്കുകയായിരിക്കും ചെയ്യുക. അതിലൂടെ അവർക്ക് പെയിൻ അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഏരിയയിൽ ഒരു സെൻസേഷൻ അവർ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അവരത് കാണിക്കുന്നുണ്ടായിരിക്കാം. പുതിയറ കോംട്രസ്റ്റ് ഓട്ട് നിർമ്മാണ കമ്പനിയിൽ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഹോളോ ബ്രിക്സ് ഉൽപ്പന്നം വിപണിയിലെത്തിച്ചു. വിപണിയിൽ ഉൽപ്പന്നത്തിന് വലിയ സ്വീകാര്യം ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പുതിയറയിലെ കോംട്രസ്റ്റ് ഓട് നിർമ്മാണ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡായിരുന്നു. എന്നാൽ കളിമണ്ണിന്റെ ദൌർലഭ്യതയും മറ്റും ഈ പരമ്പരാഗത വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കി. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഹോളോബ്രിക് ഉൽപ്പന്നം വിപണിയിലാക്കി പഴയകാല പ്രതാപത്തിന്റെ തിരിച്ചുപോക്കിലേക്ക് ഒരുങ്ങുകയാണ് കോംട്രസ്റ്റ് മാനേജർ ബിപിൻ ദേവദാസിൽ നിന്നും ബാലാജി ആദ്യ വിൽപ്പന സ്വീകരിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ ബിജു, പീതാംബരൻ, പ്രശാന്ത് തുടങ്ങിയവരും VT വിനോദ്, അരുൺ, സുനിൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. പുതിയ ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കോമൺവെൽത്ത് ഇത് ആദ്യമായിട്ടാണ് ഇത് വിപണിയിൽ ഇറക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്ലിന് വളരെ ഡിമാൻഡുള്ള കാലഘട്ടത്തിൽ ഹോളോ ബ്ലോക്ക് അത് കോമൺവെൽത്ത് ഇറക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത നമ്മുടെ കോഴിക്കോട്ടെയും കേരളത്തിലെയും മുഴുവൻ ജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പല സ്ഥലത്തു നിന്നും കോമൺവെൽത്ത് ഈ ഉൽപ്പന്നം ഇറക്കണമെന്ന ഡിമാൻഡ് നമുക്ക് പല ഭാഗത്തുനിന്നും ഉള്ള ആളുകളുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് ഈ ഉൽപ്പന്നം ഇന്ന് വിപണിയിൽ ഇറക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് ആണ് ഇന്ന് നടന്നത്. ഇതിന്റെ സൈസ് 14.575 ആണ്. നല്ല സ്ട്രെങ്ത്. വില ഔദ്യോഗികമായിട്ട് നമ്മൾ വില നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ റേറ്റ് എന്ന നിലയിൽ 45 രൂപയാണ് ഇപ്പോൾ ഫസ്റ്റ് സെയിൽ എന്ന നിലയിൽ. പിന്നീട് അത് കൂടാം കുറയാം ഉൽപ്പന്നത്തിനനുസരിച്ചിട്ട്. ഉൽപ്പന്നം കമ്പനിയുടെ വലിയൊരു പ്രതീക്ഷയാണ്. ഇത് ഉപയോഗിച്ച് ഞങ്ങൾ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ കല്ലിൻ്റെ എല്ലാം ഈ പൊതുവെയുള്ള ഒരു കിട്ടായി ലഭ്യത കുറവ്, അത് ശരിക്കും ഇപ്പം നമുക്ക് ഇതിനെ കൊണ്ട് മാറ്റം വരുത്താനുള്ള നല്ലൊരു സാഹചര്യമുണ്ട്. എല്ലാം ശുഭപ്രതീക്ഷയായിട്ട് കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോളോ ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ശേഷിച്ചിരിക്കുന്ന മുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ അധിക ഡീലേഴ്സും ചോദിക്കുന്നതാണ്. പുറത്തുള്ള മംഗലാപുരം, ബാംഗ്ലൂർ ആ ഭാഗത്തുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കമ്പനിക്ക് ഇത് പുതിയ ഇറക്കിയതിൽ കൂടുതൽ സെയിലും കൂടുതൽ ഉയർച്ച ഉണ്ടാവും. ഇതൊരു പുതിയൊരു തുടക്കമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു തുടക്കമാവുന്ന
ഈ ഉൽപ്പന്നത്തിന് നല്ലൊരു മൂവ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായത്തിൽ. കാരണം ഇവിടെ ഈ സാധനം പൊതുവിൽ കിട്ടാത്തത് കാരണം മംഗലാപുരം, ബാംഗ്ലൂർ ഭാഗങ്ങളിൽ നിന്നാണ് ഈ സാധനം ഇവിടെ ഇറക്കിയിട്ട് ഇവിടുന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ തന്നെ ഇത്തരത്തിലുള്ളൊരു ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും കമ്പനി അധികൃതർ കൂട്ടിച്ചേർത്തു. കളിമണ്ണിന് പ്രതിസന്ധി ഉണ്ട്, പക്ഷെ കാലാകാലങ്ങളായി പ്രതിസന്ധി നിലനിൽക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഇതിലുള്ളത്. പിന്നെ കളിമണ്ണിന്റെ അപര്യാപ്തത അതൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ കോസ്റ്റ് ഇപ്പം നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. വരും കാലഘട്ടങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഈ പരമ്പരാഗത വ്യവസായം നിലനിൽക്കുകയുള്ളൂ. അതിന് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കളിമൺ വ്യവസായത്തെ പരമ്പരാഗത വ്യവസായമായി കണ്ടുകൊണ്ട് ഇതിനുള്ള സഹായങ്ങൾ 100% ചെയ്തെന്ന് എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ വർക്കുന്നത്, ഫറോക്ക് മേഖലയിലും കോഴിക്കോട് മേഖലയിലും മംഗലാപുരം മേഖലയിലും വർക്കുന്നത്. അത് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക്. കാരണം ഗവൺമെന്റ് നെഗ്ലക്ട് ചെയ്യാണ് അതായത് പരമ്പരാഗത വ്യവസായത്തെ. കളിമൺ വ്യവസായം നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ അവസരത്തിൽ അതും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധ, നല്ലൊരു വിട്ടുവീഴ്ച, പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ വന്നത് കയറി ഒരു നല്ലൊരു വിട്ടുവീഴ്ച ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായാൽ വലിയ തോതിലുള്ള ഈ വ്യവസായം നിലനിർത്താൻ സാധിക്കും. അതിന് ഗവൺമെന്റിന് നമ്മൾ തൊഴിലാളി എന്നതിൽ നമ്മൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കണം. മക്കട ചാത്തോത്ത് ശ്രീ കരിയാത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പണ്ഡിത ശ്രേഷ്ഠൻ ആലപ്പാട്ട് രാമചന്ദ്രൻ തൃപ്പൂണിത്തറയാണ് യജ്ഞാചാര്യൻ. മക്കട ചാത്തോത്ത് ശ്രീ കരിയാത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായത്. പണ്ഡിതശ്രേഷ്ഠനായ ബ്രഹ്മശ്രീ ആലപ്പാട്ട് രാമചന്ദ്രൻ തൃപ്പൂണിത്തുറയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രദീപം എഡിറ്റർ PR നാഥൻ നിർവഹിച്ചു. ഏപ്രിൽ 8 വരെയാണ് യജ്ഞം. മനോവേജിത ശ്വാസോ ബ്രഹ്മവേദം അവിസ്മരൻ മനസാബുദ്ധിസാരഥി മനഃ കർമ്മഭിരാക്ഷിപ്തം സുഖാഗ്രേ നാരേദ്യം തത്രൈകാവയോന്ധ്യായച്ഛിന്നേരദേവസ മനോർവൃഷ്യം യുക്ത കിഞ്ചന നസ്മരേ പദം തത്തരം. ബൈത്തുൽ ഇസ സുന്നി സെന്ററിന്റെ 20ാം വാർഷികാഘോഷം ഏപ്രിൽ 4, 5, 6 തീയതികളിൽ നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 20 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നരുക്കിനി ബൈത്തുൽ ഇസ സുന്നി സെന്ററിന്റെ 20ാം വാർഷികാഘോഷമാണ് ഏപ്രിൽ 4, 5, 6 തീയതികളായി നടക്കുക. പരിപാടിയുടെ ഭാഗമായി 20 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1993 നെരിക്കുനി ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബൈത്തുൽ ഇസ സ്ഥാപനങ്ങളുടെ 20ാം വാർഷിക സമ്മേളനം ഏപ്രിൽ 4, 5, 6 തീയതികളിൽ സ്ഥാപനത്തിന്റെ ശില്പിയും പ്രഥമ പ്രസിഡന്റുമായിരുന്ന പാറന്നൂർ PP ഉസ്താദിന്റെ നഗരിയിൽ നെരിക്കുനിയിൽ വെച്ച് അതിവിപുലമായിട്ട് നടത്തപ്പെടുകയാണ്. 4-ാം തീയതി വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. അന്ന് രാത്രി 7 മണിക്ക് ആത്മീയ സമ്മേളനം കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സയ്യിദന്മാരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന ആത്മീയ സമ്മേളനം നടക്കും. സെന്ററിന്റെ സ്ഥിര വരുമാനത്തിന് സഹായമാകും വിധം വിപുലമായ ഷോപ്പിംഗ് സെന്റർ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ സമാഹരണം സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ടയാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വോട്ടർ ലിസ്റ്റിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി ഇടിയങ്ങര സ്വദേശി DV കോയസൻ കോയ രംഗത്ത്. നിയമവിരുദ്ധമായും യാതൊരു അറിയിപ്പുമില്ലാതെയുമാണ് ചിലർ ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിയതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.
വോട്ടർ ലിസ്റ്റിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി ഇടിയങ്ങര സ്വദേശി DV കോയസൻ കോയയാണ് രംഗത്തെത്തിയത്. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം 27ാം ബൂത്ത് വോട്ടറായിരുന്ന തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നിയമവിരുദ്ധമായും ചട്ടപ്രകാരമില്ലാതെ തന്റെ സമ്മതമില്ലാതെയും വെട്ടിമാറ്റുകയായിരുന്നുവെന്ന് ഇദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ബൂത്ത് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വോട്ട് ചെയ്തപ്പം ഞാൻ ഇലക്ഷൻ അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പം അവർ വോട്ട് ഒഴിവാക്കി. നിങ്ങൾ പുതിയ അപേക്ഷ. ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നിങ്ങൾ ഭരണാധികാരി തന്നെ പുനഃസ്ഥാപനം നടത്തണം. കാരണം നിയമം വെട്ടുന്നവർ ഞാൻ അപേക്ഷിച്ചിട്ടോ മാറ്റിയിട്ടോ വേറെ കൊടുത്തോ ചേർത്തിയതിൻ്റെ പേരില വെട്ടുന്നത്, നിയമവിരുദ്ധമായിട്ടാണ് വെട്ടുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ നിയമപരമായിട്ട് വെട്ടിയാണ് ഇന്ന ആളുകൾ BLO കൊടുത്താന്നാണ്. ഞാൻ പറഞ്ഞു BLO ഒക്കെ അങ്ങനെ അധികാരം ഞാൻ തീരൊന്നും എഴുതി കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ വോട്ട് എനിക്കാണ് എവിടത്തേക്ക് ചേർക്കണമെങ്കിലും എവിടത്തേക്ക് മാറ്റാനുള്ള അധികാരമുള്ളത്. ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനും എനിക്കാണ് അധികാരം. അങ്ങനെ ഇരിക്കെ BLOക്ക് അധികാരം കൊടുക്കുന്നത് ഇതിൻ്റെ ഇലക്ഷൻ ചട്ടത്തിൻ്റെ റൂളിനെതിരാണ്. കാരണം വ്യക്തമായ കാരണമില്ലാതെ ഞാൻ അപേക്ഷിക്കാതെ BLO മാറ്റാൻ പാടില്ല. ഈ BLOനെ തന്നെ ഞാൻ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ അതേ വീട്ടിൽ തന്നെ അപരനാമക്കാരനായ മറ്റെന്താണ് നെയ്ം അബ്ദുള്ള കോയൻ അതേ വീട്ടിൽ നെയ്ം അബ്ദുള്ള വേറെ ആളുണ്ട്. അയാളെ വോട്ട് ഇയാൾ BLO ചെയ്യുന്ന സമയത്ത് ഞാൻ വോട്ടിൽ ഒരു പ്രാവശ്യം മുൻപ് തടസ്സപ്പെടുത്തിയതാണ്. കാരണം നിങ്ങളെ വോട്ട് മാത്രം ചെയ്യാന്നല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ വോട്ട് ആദ്യം ചെയ്യാൻ പാടില്ല. അതേ വീട്ടിൽ അതേ പേരുള്ള ആളുണ്ട്, നെയ്ം അബ്ദുള്ള കോയൻ എന്ന് പറഞ്ഞ ആൾ BB ഹൗസിൽ അതേ ആൾ വേറെ ഒന്നുണ്ട്. അയാളാണെങ്കിൽ അവിടെ ഇല്ലാതാണ്. അയാളെ വോട്ട് ചെയ്യുന്ന സമയത്ത് മുമ്പ് ഞാൻ തടഞ്ഞപ്പെടുത്തിക്കുന്നു അയാളെ. ഞാനിപ്പോൾ നിയമവിരുദ്ധമായിട്ട് എൻ്റെ വോട്ട് ചെയ്തിരിക്കണം. ഇപ്പം എനിക്ക് സംശയം എൻ്റെ മകളെ വോട്ടും മകൻ്റെ വോട്ടും വെട്ടിയവരാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ തലവാടിലാണ് അവർക്ക് വോട്ടുള്ളത്. ഇപ്പോൾ മകൻ്റെ വോട്ട് മകൻ ചേർത്തി, മകൾ ചേർത്തില്ല. ഞാൻ മരം ചേർത്തില്ല, അവിടെ കിടന്ന് പിന്നെ ചേർത്താന്നാണ്. ഇത് എൻ്റെത് തേട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ഇത് നിന്നിട്ട് ആളുകൾ വോട്ട് ഇങ്ങനെ കാലാകാലങ്ങളിൽ വോട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതിങ്ങനെ ഓരോ വെട്ടുന്നവർ തന്നെ അത് ചെയ്യും, ഓരെന്നെ തിരുത്തും, ഓരെന്നെ മാറ്റം ചെയ്യുന്ന സമയത്ത് എൻ്റെ വോട്ട് വെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അത് പാടില്ല. എൻ്റെ വോട്ട് പുനഃക്രമീകരണം നടത്തിയ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ വിവരാവകാശത്തിന് ഞാൻ ഓരൊക്കെ കൊടുത്തിട്ടുണ്ടായി. വിഷയവുമായി ബന്ധപ്പെട്ട് താലൂക്ക് തഹസിൽദാർക്ക് വിവരാവകാശ ഹർജി കൊടുത്തിട്ടുണ്ടെന്നും നിയമ നടപടികൾക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി എന്റെ വോട്ട്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുക, ഇവിടെ UDFന്റെ ഒരു സ്ഥലമാണ്. പക്ഷെ അതല്ലല്ലോ പാർലമെന്റ് സീറ്റിന്റെ സ്ഥിതി. മൊത്തത്തിൽ വരുമ്പോൾ അങ്ങനെ അപ്പോൾ LDFന് സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന്റെ സാധ്യത മേഖലയാണിത്. ജയിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വികസനത്തിന്റെ കാര്യം മുൻതൂക്കം വെച്ചാൽ MK രാഘവന് വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ്. ഒരു വാർഡംബർ പണിയെടുക്കുന്ന ഒരു വിജയം തന്നെയല്ലേ MK രാഘവൻ. ഈ വാർഡംബർ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെന്താ തീർച്ചയായിട്ടും അയാൾക്ക് വോട്ട് ചെയ്യണം. ചൂടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചൂടൊന്നും ആയില്ല. ഇതിപ്പോൾ ചൂടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായിരിക്കും. കാരണം ഇന്ത്യക്കകത്ത് ഇപ്പോൾ അതിരൂക്ഷമായ വിലക്കയറ്റവും അതുപോലെ തന്നെ എല്ലാ വീടുകളിനകത്താണ് സ്ത്രീകൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ ഈ ആധാറുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട്. അപ്പോൾ എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും. ഈ കേരളത്തിൽ അവർ കാണിക്കുന്ന വികസനം എന്താണെന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷത്തെ ആളുകൾക്കോ അല്ലെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കോ അത് മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. കാരണം ഒരു MP എന്ന് പറയുന്നത് വെറും ഫ്ലെക്സിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു വികസനമായി തീരരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഇവിടുത്തെ ആളുകൾ. കേവലം അവർ ഉയർത്തി കാണിക്കുന്ന ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണ് രാജ്യാന്തര നിലവാരത്തെ ഉയർത്തിയെന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു മഴ സമയത്താണ് ഞാൻ അതിൻ്റെ അകത്ത് കയറിപ്പോയ സമയത്ത് അവിടെ അകത്ത് കൊട പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലും എത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു കാണിക്കപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നവീകരിച്ചു എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു വലിയ സത്യം എന്ന് പറയുന്നത് TN സീമ എന്ന് പറയുന്ന രാജ്യസഭ MP 70 കോടി അതിൻ്റെ അകത്തേക്ക് കൊടുത്ത് അത് നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ട് എന്നുള്ളതും എടുത്തു കാണിക്കപ്പെടേണ്ടത് തന്നെ. ഞാൻ വെൽഫെയർ പാർട്ടിൻ്റെ ആളാണ്. അപ്പം വെൽഫെയർ പാർട്ടി ഇന്ത്യയിൽ 35 സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇടതും വലതും BJP അല്ലാത്ത ചില ചെറുകിട കക്ഷികൾക്ക് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കോഴിക്കോട് അങ്ങനെ ഒരു കക്ഷി കൊടുക്കാറുണ്ട്. കേരളത്തിൽ 5 സ്ഥലത്ത് അവർ മത്സരിക്കുന്നുള്ളൂ. ബാക്കി പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ ചില സ്ഥലത്ത് നന്നായി സഹകരിക്കും, ചില സ്ഥലത്ത് വോട്ടെങ്കിലും കൊടുക്കും. അപ്പോൾ അതിന് കാരണം നിലവിലുള്ള എല്ലാ മുന്നണികളും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു.
ഇടതായാലും വലുതായാലും നടുവായാലും. അപ്പോൾ പുതിയൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൾക്ക് ഒന്നാമത് രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര നന്നായി കളവ് പറയാൻ കഴിയും അവർക്ക് വോട്ടുകാരെ കിട്ടുക. അപ്പോൾ കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥി വളരെ ചില്ലറ വോട്ടിനാണ് തോറ്റുപോയിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അന്നേരക്ക് ആ പ്രയാസം തീർക്കാനുള്ള പണിയിലാണ് ഞങ്ങൾ എല്ലാവരും രംഗത്തുള്ളത്. ഇപ്പോൾ ഞങ്ങൾ രാഘവൻ MP മോശക്കാരനായതുകൊണ്ടല്ല, പക്ഷേ അയാൾ ഫ്ലെക്സിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എന്ത് കാര്യം ചെയ്താലും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാണ്ട് അത് ഫ്ലെക്സിലേക്ക് കൊണ്ടുവരാമെന്നല്ലാണ്ട് കാര്യങ്ങൾ ചെയ്തായിട്ട് ഞങ്ങൾക്കൊന്നും ബോധ്യപ്പെട്ടു. MK രാഘവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ MK രാഘവനെ പറ്റി ഒരു അറിവില്ലായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി എന്ന ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അറിയാമായിരുന്നു. 5 വർഷം കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരു 5 വർഷം പാട് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്നെപ്പോലത്തെ ഒരുപാട് കൂലിപ്പണിക്കാരായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. നല്ല കഴിഞ്ഞ പ്രാവശ്യം 836 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ആ 10 ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി UPA സർക്കാർ അല്ലെങ്കിൽ MK രാഘവൻ വിജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച് വർക്ക് നടത്തുന്നുണ്ട്. ഇതിലിപ്പോൾ UDF ആണ് ആണ് ഇവിടെ നോക്കിയോർത്ത് അതിന് മാറ്റം കാണില്ല. ഒരിക്കൽ കഴിയുള്ളൂ കൊണ്ടിടക്കാൻ. പിന്നെ ഇപ്പോൾ ഉറുപ്പിൻ്റെ അരിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ 25 ഉറുപ്പിക തലയിൽ വെച്ചുണ്ടെങ്കിലല്ലേ മതി. ആൾക്കാർ ഇപ്പം നല്ല കൊടുത്താലും കുറ്റം പറയും. നിങ്ങൾ 100 പ്രാവശ്യം തിന്നാൻ കൊടുത്ത ഒരു പ്രാവശ്യം കിട്ടാൻ ഞാൻ പറയൂ ഓൻ വല്ല മോശമാണെന്ന്. കാലം മതിയാണ്. ആര് ജയിച്ചാലും കണക്കാ. എല്ലാവർക്കും ആര് ജയിച്ചാലും പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും വരാനൊന്നുമില്ല. അത് നമ്മളെ ഭരണഘടന തന്നെ മാറണം. അതന്നെ വേറെ അഭിപ്രായമൊന്നുമില്ല. ആദ്മി പാർട്ടിയും വളരെ ക്രിമിനൽ നിറഞ്ഞ പാർട്ടിയാണ്. ഒക്കെ ക്രിമിനൽസ് തന്നെ ഉള്ളതിലുള്ളത്. അല്ലാതെ നല്ലൊരു പാർട്ടിയൊന്നുമല്ല. നല്ല അഭിപ്രായം ഇല്ല. അങ്ങനെ പുതിയൊരു മാറ്റം വരണം. LDF ജയിച്ചാലും UDF ജയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിലെത്തുമ്പോൾ വോട്ട് പിന്നെ കോൺഗ്രസിന് തന്നെ ആയിരിക്കും. അപ്പോൾ വിലപേശൽ ശക്തിയായിട്ട് വരും CPM. ഇത് നല്ല MK രാഘവൻ ജയിക്കണം, UDF ജയിക്കണം അഭിപ്രായം. വിജയരാഘവന് സുനിശ്ചിതമായി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ് ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അതിൻ്റെ ആളുകൾ. പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സർവേകൾ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല വരുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയവുമാണ് UDFനെ കാത്തിരിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യം ഇല്ലാതായെന്നും K മുരളീധരൻ MLA. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.